ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും നിയമസഭയിൽ എത്തുമോ എന്ന ചോദ്യമാണ്. നിയമസഭയിൽ എത്തുമോ എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയില്ല എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ സഭയിൽ ഇന്ന് പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നമുക്ക് ഈ വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് പോകാം. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് ഇന്ന് സഭ പ്രതീക്ഷിക്കുന്നതെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭ ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും നിയമസഭയിലേക്ക് എത്തുമോ എന്നതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ അത് സംബന്ധിച്ച് ഒരു വ്യക്തതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നലത്തെ സഭയിലേക്കുള്ള വരവ് തിരിച്ചടിയായെന്ന വലിയ വിലയിരുത്തൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഉണ്ടല്ലോ. എന്താണ് കമലേഷ് നമുക്ക് ഏറ്റവും പുതുതായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വലിയ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമൊക്കെ ഇടയിലാണ് ഇപ്പോൾ 15ാം നിയമസഭയുടെ 14ാം സമ്മേളനം നടക്കുന്നത്. ആ സഭയിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് എത്തുമോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാക്കുകൾ പോലും ധിക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സഭയിലേക്ക് ഇന്നലെ രാഹുൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷമുണ്ട്. ഏത് നിലയിൽ ഇതിനെ നേരിടും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു സംശയം ഈ നേതാക്കൾക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഒരു ഘട്ടത്തിലും രാഹുൽ സഭയിൽ എത്തുന്നത് സംബന്ധിച്ചോ എത്തരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലോ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു വാക്ക് നൽകാൻ വേണ്ടി വി ഡി സതീശനും അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലൊരു ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇന്നലെ പോകുമ്പോൾ പോലും, അതായത് കോൺഗ്രസ് പാർട്ടിക്കെതിരായി കോൺഗ്രസിന്റെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും താൻ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്ന സംശയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഭരണപക്ഷത്തിനടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനടക്കമുള്ളത്. പ്രതിപക്ഷത്തിന് പോലും ഇതിൽ കൃത്യമായൊരു കാര്യം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ആ നിലയിലേക്ക് കോൺഗ്രസിനാകെ പാർട്ടിക്കാകെ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലായി പോയി രാഹുൽ ഇന്നലെ നിയമസഭയിൽ എത്തിയത് എന്നത് ആ നിലയിൽ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതിൽ നേതാക്കൾക്ക് വലിയ അമർഷവുമുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇന്നലെയാണെങ്കിൽ കാര്യമായ നടപടികളൊന്നും സഭയിൽ ഉണ്ടായിരുന്നില്ല. ചരമോപചാരം മാത്രമായിരുന്നു. ചരമോപചാരം അർപ്പിച്ച ശേഷം സഭ ഇന്നലെ പിരിയുകയും ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ്. അതായത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നടക്കം രാഹുലിനെ പുറത്ത് നിർത്തുന്നു. അതോടൊപ്പം പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ എന്നിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് വലിയ പിന്തുണ രാഹുലിന് നൽകുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഉൾപ്പെടെ, അതുപോലെ തന്നെ നേരത്തെ വ്യാജ ID കാർഡ് കേസിലെ പ്രതി ഫെനി നൈനാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെയാണ് ഇന്നലെ രാഹുൽ സഭയിലെത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിലുള്ള പിന്തുണ പാർട്ടി തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ പോലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം, തെളിവ് തന്നെയാണ് ഇന്നലെ കാണാനായത്. അവരുടെ കൂടെയാണ് ഇന്നലെ സഭയിലെത്തിയത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ ഏറ്റവും പിൻനിരയിലായാണ് രാഹുൽ ഇരുന്നത്. ആ സമയത്ത് തന്നെ വലിയ ഒരു പ്രയാസത്തിലേക്ക് പ്രതിപക്ഷം പോവുകയും ചെയ്തു. പിന്നീട് ഏതാണ്ട് കുറച്ചു നേരം സഭയിൽ രാഹുൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു കുറിപ്പെഴുതി വാച്ച് ആൻഡ് വാർഡ് മുഖാന്തരം രാഹുലിന് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷമാണ് രാഹുൽ സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്നും രാഹുൽ എത്തുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ഇന്നലെ SFIയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നും രാഹുൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി പ്രതിപക്ഷത്തിനുൾപ്പെടെ നിൽക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് മനു.